എല്ലാവർക്കും നമസ്കാരം. അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മറക്കണ്ട. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എൻ്റെ പേര് ഗ്രേഷ്മ, ഞാൻ അൺഅക്കാഡമിയിലെ ഒരു എഡ്യൂക്കേറ്റർ ആണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം, ആൻസർ പോളിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സിലബസിനനുസരിച്ചാണ് ഓരോ കോഴ്സും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ട്. യു ക്യാൻ ഇവാലുവേറ്റ് യുവർ പ്രിപ്പറേഷൻ വിത്ത് അവർ റെഗുലർ മോക്ക് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ആൻഡ് ഗെറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓൺ യുവർ പെർഫോമൻസ്. ദെൻ അൺലിമിറ്റഡ് ആക്സസ് ആണ്. ഒരിക്കൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്സസ് ആണ്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്കായി ക്ലാസ് എടുക്കുന്നത്. അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസും ടീച്ചിങ് സ്കിൽസും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഓരോ ഡിഫറെൻ്റ് എക്സാമിനും ഓരോ ഡിഫറെൻ്റ് ബാച്ച് കോഴ്സസ് ആണുള്ളത്. അത് ഓക്കെ, സിലബസിനനുസരിച്ചാണ് ഓരോ കോഴ്സും സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ സിലബസ് വൈസ് പ്രിപ്പറേഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും ലാംഗ്വേജിനും ഒക്കെ സെപ്പറേറ്റ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ സൗകര്യപ്രദമായ സമയം, ആ സമയത്തിനനുസരിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതാണോ പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, ആ ലാംഗ്വേജിലെ ക്ലാസ് തിരഞ്ഞെടുക്കാം. പിന്നെ ലേൺ എനി ടൈം അറ്റ് എനിവെയർ, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയവും എവിടെ വെച്ചും പഠിക്കാവുന്നതാണ്. ദെൻ യു ക്യാൻ ഇന്ററാക്ട് വിത്ത് യുവർ എഡ്യൂക്കേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം, ലൈവ് ആൻസർ പോളിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ട്. ടെസ്റ്റും ക്വിസും ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് കിട്ടും. PDFs ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. റെഫറൽ കോഡ് മറക്കണ്ട, ഗ്രേഷ്മ എന്നാണ് റെഫറൽ കോഡ്. 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഇന്ത്യയിലെ ഗതാഗതത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ത്യൻ ഗതാഗതത്തിൽ കുറെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ബാക്കിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വ്യോമഗതാഗതമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. വ്യോമഗതാഗതം, തുറമുഖങ്ങളൊക്കെ പഠിച്ചതാണ്, ജലഗതാഗതമൊക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോഡ് ഗതാഗതവും ട്രെയിൻ ഗതാഗതമാണ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം പാമ്പൻ പാലം അല്ലെങ്കിൽ അണ്ണാ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ്, രാമേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലമാണ് പാമ്പൻ പാലം അല്ലെങ്കിൽ അണ്ണാ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ്, രാമേശ്വരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ബാന്ദ്ര വർലി സീലിംഗ്, മുംബൈയിലെ ബാന്ദ്ര വർലി സീലിംഗ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി സീലിംഗ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. അപ്പൊ മറന്നുപോകരുത്, കടൽപ്പാലം 2 ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം പാമ്പൻ പാലം, മറന്നുപോകരുത്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം പാമ്പൻ പാലം, അണ്ണാ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ്, രാമേശ്വരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ബാന്ദ്ര വർലി സീലിംഗ്, രാജീവ് ഗാന്ധി സീലിംഗ്, മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ബാന്ദ്ര വർലി സീലിംഗ്, രാജീവ് ഗാന്ധി സീലിംഗ്, മുംബൈ. ഇന്ത്യയില് നദിക്കു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക സേതു. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക സേതു. ഇന്ത്യയിൽ ഒരു നദിക്കു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക സേതു. ഭൂപൻ ഹസാരിക സേതു സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയിലാണ്. ലോഹിത് നദിയിലാണ് ഭൂപൻ ഹസാരിക സേതു സ്ഥിതി ചെയ്യുന്നത്. 9150 മീറ്റർ ആണ് ഭൂപൻ ഹസാരിക സേതുവിന്റെ നീളം. 9150 മീറ്റർ ആണ് ഭൂപൻ ഹസാരിക സേതുവിന്റെ നീളം. അപ്പോ ഇന്ത്യയില് നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പാലം ഭൂപൻ ഹസാരിക സേതു. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പാലം ഭൂപൻ ഹസാരിക സേതു
ലോഹിത് നദിക്ക് കുറുകെയാണ്. 9150 മീറ്റർ ആണ് ഭൂപൻ ഹസാരിക സേതുവിന്റെ നീളം. രണ്ടാം സ്ഥാനത്തുള്ളത് ദിബാങ് റിവർ ബ്രിഡ്ജ്. ദിബാങ് റിവർ ബ്രിഡ്ജ് ആണ്. ദിബാങ് നദിക്ക് കുറുകെയുള്ള ദിബാങ് റിവർ ബ്രിഡ്ജ് ആണ്. 6200 മീറ്റർ ആണ് ദിബാങ് റിവർ ബ്രിഡ്ജിന്റെ നീളം. മൂന്നാം സ്ഥാനത്താണ് നേരത്തെ ഒന്നാം സ്ഥാനത്തായിരുന്ന മഹാത്മാഗാന്ധി സേതു. മൂന്നാം സ്ഥാനത്തുള്ളത് മഹാത്മാഗാന്ധി സേതുവാണ്. 5750 മീറ്റർ ആണ് മഹാത്മാഗാന്ധി സേതുവിന്റെ നീളം. അപ്പോ ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പാലം ഭൂപൻ ഹസാരിക സേതു. ഇന്ത്യയിൽ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പാലം ഭൂപൻ ഹസാരിക സേതു. ലോഹിത് നദിക്ക് കുറുകെയാണ് ഭൂപൻ ഹസാരിക സേതു. 9150 മീറ്റർ ആണ് ഭൂപൻ ഹസാരിക സേതുവിന്റെ നീളം. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലമാണ് ദിബാങ് റിവർ ബ്രിഡ്ജ്, 6200 മീറ്റർ. മൂന്നാം സ്ഥാനത്താണ് മഹാത്മാഗാന്ധി സേതു, 5750 മീറ്റർ. ഗാന്ധി സേതു, ഗംഗാ സേതു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാലം മഹാത്മാഗാന്ധി സേതുവാണ്. ഗാന്ധി സേതു, ഗംഗാ സേതു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാലം മഹാത്മാഗാന്ധി സേതു. ഗാന്ധി സേതു, ഗംഗാ സേതു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാലം മഹാത്മാഗാന്ധി സേതു ആണ്. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. 1877 പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത്. 1877 പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം. രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്നത് ഹൗറ പാലം ആണ്. രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്നത് ഹൗറ പാലം. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത്. ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന പാലം ഹൗറ പാലം. രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന പാലം ഹൗറ പാലം ആണ്. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്ന പാലം ആലുവ പാലം. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്നത് ആലുവ പാലമാണ്. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്നത് ആലുവ പാലം. ചമ്രവട്ടം പാലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. ചമ്രവട്ടം പാലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. അപ്പോ രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന പാലം ഹൗറ പാലം. രബീന്ദ്ര സേതു എന്നറിയപ്പെടുന്ന പാലം ഹൗറ പാലം. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്നത് ആലുവ പാലം. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്നത് ആലുവ പാലം. ചമ്രവട്ടം പാലം എന്നറിയപ്പെടുന്നത്, ചമ്രവട്ടം പാലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. ചമ്രവട്ടം പാലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം താനെ ക്രീക്കിന് മുകളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം താനെ ക്രീക്കിന് മുകളിൽ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം താനെ ക്രീക്കിന് മുകളിലാണ്. 1854 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം താനെ ക്രീക്കിന് മുകളിൽ നിർമ്മിച്ചത്. 1854 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം നിർമ്മിച്ചത് താനെ ക്രീക്കിന് മുകളിൽ. നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചിനാബ് പാലം. നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചിനാബ് പാലം. നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചിനാബ് പാലം. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം വേമ്പനാട്ട് പാലം. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം കേരളത്തിലാണ്. വേമ്പനാട്ട് പാലം. ഇടപ്പള്ളി വല്ലാർപാടം വേമ്പനാട്ട് പാലമാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം നെഹ്റു സേതു ആണ് നിലവില് ഇന്ത്യയില് നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള റെയിൽവേ പാലം. അപ്പോ
ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം എറണാകുളത്താണ്, കേരളത്തിലാണ്. വേമ്പനാട്ട് പാലം, ഇടപ്പള്ളി വല്ലാർപാടം തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേമ്പനാട്ട് പാലമാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം നെഹ്റു സേതു ആണ് രണ്ടാം സ്ഥാനത്തുള്ള റെയിൽവേ പാലം. നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചിനാബ് പാലം. നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചിനാബ് പാലം. ഇനി ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം നിലവിൽ വരാൻ പോകുന്ന സ്ഥലം, അതായത് ഇപ്പം പണി നടക്കുന്നേ ഉള്ളൂ, നിലവിൽ വരാൻ പോകുന്ന സ്ഥലം കട്നി, മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും നീളമുള്ള റെയിൽവേ പാലം നിലവിൽ വരാൻ പോകുന്ന സ്ഥലം കട്നി, മധ്യപ്രദേശ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. അമേരിക്കയാണ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. ലോകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള റോഡ് ശൃംഖലയാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള റോഡ് ശൃംഖല ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള റോഡ് ശൃംഖലയാണ് ഗ്രാമീണ റോഡുകൾ. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ലയോൺ, ഫ്രാൻസ്. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ലയോൺ, ഫ്രാൻസ്. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ലയോൺ, ഫ്രാൻസ്. മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത NH-213. മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാതയാണ് NH-213. അപ്പോൾ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാതയാണ് NH-213. ആൻഡമാൻ ട്രങ്ക് റോഡ്. മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാതയാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. അപ്പോൾ മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാതയാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പോർട്ട് ബ്ലെയർ, മായാസുന്ദർ. പോർട്ട് ബ്ലെയറിനെയും മായാസുന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. അപ്പോൾ ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് പോർട്ട് ബ്ലെയറിനെയും മായാസുന്ദറിനെയും തമ്മിലാണ്. ഒരു ചെറിയ തിരുത്തുണ്ട്, 213 അല്ല, NH-223 ക്ഷമിക്കുക. മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത NH-223 ആൻഡമാൻ ട്രങ്ക് റോഡ്. മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത NH-223 ആൻഡമാൻ ട്രങ്ക് റോഡ്. മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത NH-223 ആൻഡമാൻ ട്രങ്ക് റോഡ്. ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പോർട്ട് ബ്ലെയർ, മായാസുന്ദർ. ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പോർട്ട് ബ്ലെയർ, മായാസുന്ദർ. ആൻഡമാൻ ട്രങ്ക് റോഡിന്റെ പഴയ പേരാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ആൻഡമാൻ ട്രങ്ക് റോഡിന്റെ പഴയ പേര് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മാറിപ്പോവരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ളത്, അപ്പൊ ദേശീയപാത ദൈർഘ്യമുള്ളതാണ് ഉത്തർപ്രദേശ്, റോഡ് ദൈർഘ്യമുള്ളത് മഹാരാഷ്ട്രയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്
ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഗ്രാമീണ റോഡുകളാണ്. അപ്പൊ ഗ്രാമീണ റോഡുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഗ്രാമീണ റോഡുകളും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ, നാഷണൽ ഹൈവേസ് കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. വനിതകൾക്ക് മാത്രമായി പിങ്ക് എക്സ്പ്രസ് എന്ന ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. വനിതകൾക്ക് മാത്രമായി പിങ്ക് എക്സ്പ്രസ് എന്ന ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. വനിതകൾക്ക് മാത്രമായി പിങ്ക് എക്സ്പ്രസ് എന്ന ബസ് സർവീസ് ആരംഭിച്ചത് ഉത്തർപ്രദേശാണ്. അപ്പൊ മറന്നു പോവരുത്, വനിതകൾക്ക് മാത്രമായി പിങ്ക് എക്സ്പ്രസ് എന്ന ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ക്വീൻസ് വേ എന്നറിയപ്പെടുന്ന റോഡ് ജൻപഥ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ജൻപഥ് ആണ് ക്വീൻസ് വേ എന്നറിയപ്പെടുന്നത്. ക്വീൻസ് വേ എന്നറിയപ്പെടുന്നത് ജൻപഥ് ന്യൂഡൽഹി. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത NH44. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത NH44 ആണ്. വാരണാസി മുതൽ കന്യാകുമാരി വരെയുള്ള NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത NH44 ആണ്. NH44 ബന്ധിപ്പിക്കുന്നത് വാരണാസിയെയും കന്യാകുമാരിയെയുമാണ്. വാരണാസിയെയും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH44 ആണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH966B. NH966B ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത. കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടണിനെയും തമ്മിലാണ് NH966B ബന്ധിപ്പിക്കുന്നത്. NH966B ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടണിനെയും തമ്മിലാണ്. അപ്പൊ ഇന്ത്യയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH66. പനവേൽ കന്യാകുമാരി, മഹാരാഷ്ട്രയിലെ പനവേലിനെയും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH66 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതി സുവർണ ചതുഷ്കോണം. അസമിലെ സിൽച്ചറിനെയും ഗുജറാത്തിലെ പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. അസമിലെ സിൽച്ചറിനെയും ഗുജറാത്തിലെ പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയാണ് ഭാരത് മാല ഹൈവേ പദ്ധതി. ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയാണ് ഭാരത് മാല ഹൈവേ പദ്ധതി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും സംഗമിക്കുന്ന സ്ഥലം ഝാൻസി, ഉത്തർപ്രദേശ്. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴിയും നോർത്ത് സൗത്ത് ഇടനാഴിയും സംഗമിക്കുന്ന സ്ഥലം ഝാൻസി, ഉത്തർപ്രദേശ്. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കന്യാകുമാരി, ശ്രീനഗർ. കന്യാകുമാരിയെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് നോർത്ത് സൗത്ത് ഇടനാഴി. അതിർത്തി മേഖലകളിലെ റോഡുകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അതിർത്തി മേഖലകളിലെ റോഡുകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ജയ്ക്കർ കമ്മിറ്റി. ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ജയ്ക്കർ കമ്മിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത
മുംബൈ പൂനെ എക്സ്പ്രസ് പാത. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാതയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് പാത. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാതയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് പാത. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് പാതയാണ് ആഗ്ര ലക്നൗ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് പാതയാണ് ആഗ്ര ലക്നൗ. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള ചാനലാണ്. ആൻഡ് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത് ഗ്രീഷ്മ. സോ നമ്മൾ പാലങ്ങളെ കുറിച്ചും റോഡ് ഗതാഗതത്തിന്റെ പ്രധാന ചോദ്യങ്ങളുമാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ അത്രയും നന്നായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അപ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ അടുത്ത ക്ലാസ്സിന് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.